പളനിമലയുടെ താഴെ നിന്നാണ് നമ്മൾ യാത്ര തിരിച്ചത്. മിനിങ്ങാന്ന് അവിടുന്ന് പോന്ന് ഇന്നലെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ കിടന്നു. ഇന്നലെയാണ് ഈ വഴിയെല്ലാം താണ്ടി നമ്മൾ മുകളിലേക്ക് കയറി വന്നത്. താഴെയുള്ള വഴികളൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അതേ പച്ച വിരിച്ച പാടങ്ങളാണ് നമ്മുടെ മുൻപിൽ കാണുന്നത് കൂടുതലും. ആ വഴിയുടെ ആ പാടത്തിൻ്റെ നടുവിലൂടെ പുളിമരങ്ങൾ നിൽക്കുന്ന ആ ഏരിയയിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. അപ്പോൾ നമ്മുടെ കാശ്മീരിലേക്കുള്ള യാത്ര വലിയ മലകൾ തള്ളേണ്ടതാണ്. അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ കൊടൈക്കനാൽ കൂടി തള്ളിക്കയറ്റി നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 20 കിലോമീറ്ററാണ് കൊടൈക്കനാലിന് കാണിക്കുന്നത്. 22 കിലോമീറ്ററേ ഉള്ളൂ. ഇന്ന് ഇവിടെ എവിടെയെങ്കിലും തങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഓൾറെഡി ഇപ്പം 32 കിലോമീറ്ററോളം ഞാൻ തള്ളിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഗ്രാമപ്രദേശങ്ങളാണ്. അവിടെ എവിടെയെങ്കിലും ബസ് സ്റ്റോപ്പിൽ കിടക്കാമെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പായിട്ട് ഇവിടെ കുറച്ച് നേരം മൊബൈൽ ചാർജ് ചെയ്യാമെന്ന് നോക്കട്ടെ. മൊബൈലിൻ്റെ ചാർജൊക്കെ തീരാറായി. അപ്പം ശരി. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിറയെ യൂക്കാലിപ്റ്റസ് മരങ്ങളുള്ള ഒരു ഏരിയയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് 23 കിലോമീറ്റർ കൂടിയാണ് ഇനി നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. അപ്പോൾ 33 കിലോമീറ്ററാണ് യാത്ര ചെയ്യാനുള്ളത്. അപ്പം മുകളിൽ യൂക്കാലിപ്റ്റസ് തോട്ടങ്ങളാണ്. നമ്മുടെ നാട്ടിൽ വരുമ്പം പിള്ളേരിക്കരിയൊക്കെ കാണിച്ചാൽ നല്ല കേസാവും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ടൂറിസ്റ്റ് മേഖലയിൽ നമ്മൾ വരുന്നത് തന്നെ എൻജോയ് ചെയ്യാനാണ്. എൻജോയ് ഓവറാകാതിരുന്നാൽ മതി. ഇപ്പോൾ ഇവിടെ വാഹനങ്ങളൊന്നുമില്ല. ആ കുട്ടികൾ ആ 2 സൈഡിലും നിന്ന് പോകുന്നു. കുഴപ്പമൊന്നുമില്ല. അപകടം സംഭവിക്കുന്നത് വരെ കുഴപ്പമില്ലാതെ പോയിക്കോളും. അപകടം സംഭവിച്ചു കഴിഞ്ഞ് നോക്കിയാൽ മതിയല്ലോ. കാരണവന്മാരാണ് കൊണ്ടുപോകുന്നത്. അവർക്ക് ഉത്തരവാദിത്വമാണ്. അവരുടെ ഉത്തരവാദിത്വമാണ് ആ കുട്ടികളുടെ ഉത്തരവാദിത്വം. അപ്പോൾ ശരി, നമ്മളിങ്ങനെ കയറ്റം തള്ളി കയറുകയാണ്. എൻ്റെ ഇടത്തുവശം മുഴുവൻ യൂക്കാലിപ്റ്റസ് മരങ്ങളാണ്. യൂക്കാലിപ്റ്റസ് അവർക്ക് കാഴ്ച മഞ്ഞ് മൂടിയ മലനിരകളാണ്. പക്ഷേ ഇന്ന് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. രാവിലെ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. പോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അതുകൊണ്ട് ഇവിടെ തന്നെ ഇന്ന് കൂടുക എന്നുള്ളതേ ഉള്ളൂ. നാളെയും കൂടി മഴ തുടരും എന്നാണ് കേട്ടത്. അതുകൊണ്ട് മഴ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. കാരണം മുകളിലോട്ടുള്ള കയറ്റമാണ്. കയറ്റം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ വണ്ടികളൊക്കെ പോയിട്ട് ചുമ്മാ തിരിച്ചു പോയിട്ട് ഒരു കാര്യവുമില്ല. എങ്ങോട്ടും കയറി പോകാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ കാഴ്ച അതിമനോഹരമാണ്. മഞ്ഞൊക്കെ മൂടി കോട കിടക്കുകയാണ്. താഴോട്ടൊന്നും കോടയില്ല, അങ്ങോട്ട് മാത്രമേ കോടയുള്ളൂ. അപ്പോൾ ഇവിടെ 2 ദിവസമായിട്ട് വന്ന് കെട്ടി കിടക്കുകയാണ്. മൈരമ്മ പൂജ്യം ജീവിയ കുഞ്ഞിപ്പണ്ണി പുറകിൽ ജാമായിട്ട് കിടക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് കണ്ട ഒരു സുഹൃത്തിൻ്റെ വീടിൻ്റെ സൈഡിലാണ് കിടക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, ഇവിടെ വേറെ ആരും ഇല്ല. അപ്പോൾ ഇത് വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുന്ന വീടാണ്. അതുകൊണ്ട് ആയില്ലാത്തതുകൊണ്ട് നേരം വിളക്കപ്പോൾ ഞാൻ ഇങ്ങനെ നല്ല മഞ്ഞൊക്കെ കയറി വരുന്നത് കണ്ടിട്ട് ഈ വീഡിയോ എടുത്തേക്കാന്ന് വെച്ചതാണ്. എൻ്റെ കോട കയറി പോകുന്നുണ്ട. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു തോട്ടമാണ് കേട്ടോ ഫ്രണ്ടിൽ. അപ്പോൾ ശരി, നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് ജാക്കറ്റൊക്കെ ഇട്ട് പതിയെ കുറച്ചും കൂടി ഇരിക്കുകയാണ്. കോടമഞ്ഞിൻ്റെ ഒരു സുഖമുണ്ടോ. യാത്ര തുടരണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ നല്ല കാറ്റാണ്. കാറ്റ് കാരണം നമുക്ക്
സൈക്കിൾ തള്ളി മുകളിലോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇന്നും ഇവിടെ തന്നെ നിൽക്കുകയാണ്. മഴയ്ക്ക് സാധ്യതയുണ്ട്, നല്ല മൂടൽ കയറി വരുന്നുണ്ട്, നല്ല മഴക്കാറ് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് പോകണം എന്നുള്ള സാധ്യത വളരെ കുറവാണ്. കാറ്റ് കൂടുന്നതിനനുസരിച്ച് തണുപ്പും കൂടുകയാണ്. അതുകൊണ്ട് ഇന്നും ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളത്തേക്ക് മഴ മാറുമെന്നാണ് വിചാരിക്കുന്നത്. 3 ദിവസം മഴയാണ് കാലാവസ്ഥക്കാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നുകൂടി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ ക്ഷീണമൊക്കെ അങ്ങ് മാറും. ടൂറിസ്റ്റുകൾ തീരെ കുറവാണ് കേട്ടോ, മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഏതായാലും നമ്മൾ മുകളിലോട്ട് പോകുന്നത് ഇന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇന്ന് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നിൽക്കാം എന്ന് വിചാരിക്കുന്നു. തോട്ടങ്ങളിലൊക്കെ കൃഷിയൊക്കെയാണ്. ആ കൃഷി സ്ഥലത്തോട്ടൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ആരുടെയും കൂടെ പോയിട്ട് അവിടെയൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ യാത്ര മുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മൾ കൊടൈക്കനാലിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയൊരു 5 കിലോമീറ്റർ കൂടിയാണ് കൊടൈക്കനാലിനുള്ളത്. നമ്മൾ കൊടൈക്കനാലിലെ ഫസ്റ്റ് പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു ബ്രെഡ് ഓംലേറ്റ് ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ച് നമ്മൾ 3 ദിവസമായിട്ട് മേൽപ്പല്ലം എന്നുള്ള സ്ഥലത്ത് പെട്ടുപോയായിരുന്നു. നമ്മുടെ കോയമ്പത്തൂരുള്ള സതീശും അദ്ദേഹത്തിൻ്റെ ബ്രദറും അവരുടെ ഒരു വല്യമ്മയുടെ വീട് അവിടെയുണ്ട്. അപ്പോൾ ആ വീടിൻ്റെ സൈഡിൽ നമുക്കൊരു ചെറിയ വരാന്ത ഉണ്ടായിരുന്നു, കെട്ടിയടച്ച വരാന്തയായിരുന്നു. അതുകൊണ്ട് അവിടെ കിടന്ന് സുഖമായിട്ട് അങ്ങ് ഉറങ്ങി. അതോടൊപ്പം തന്നെ മൊബൈൽ ചാർജ് ചെയ്യാൻ വഴിയില്ല, നെറ്റ്വർക്കില്ല, അങ്ങനത്തെ ഒരു ഏരിയ. ഒരു 3 ദിവസം കറണ്ടും ഇല്ല, വെള്ളവും ഇല്ല, നെറ്റ്വർക്കും ഇല്ലാതെ കിടന്നാലത്തെ അവസ്ഥ എങ്ങനെയുണ്ട്, അതും നമ്മൾ ഈ യാത്രയിൽ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ കൊടൈക്കനാലിലോട്ട് എത്തിയപ്പോഴാണ് ഈ ഭാഗത്ത് മാത്രമേ കറണ്ടുള്ളൂ കേട്ടോ. അങ്ങോട്ട് മേൽപ്പല്ലം ഭാഗത്തൊന്നും കറണ്ടില്ല. പോട്ടോ. അപ്പോൾ ഇവിടെ ഈ കടയിൽ നിന്നൊരു ബ്രെഡ് ഓംലേറ്റ് കഴിച്ചിട്ട് വലിയ ബാക്കി എനർജി സേവ് ചെയ്തിട്ട് മുമ്പിലോട്ട് പോകാമെന്ന് വെച്ച്. ഇനി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ, ഒരു 5 കിലോമീറ്റർ. അപ്പോൾ അവിടെ എവിടെയെങ്കിലും പോയി ബസ് സ്റ്റോപ്പ് പിടിച്ച് കിടന്നുറങ്ങാം. ഇതെന്നാ പ്ലം തന്നെ കീഴേ സബർജല്ലിയാ, താഴെ സബർജല്ലിത്തോട്ടമാണ് കേട്ടോ. ഇതുണ്ട് സബർജല്ലിത്തോട്ടം. കായൊക്കെ പറിച്ചെന്ന് തോന്നുന്നു. വലിയ തോട്ടമാണ് കേട്ടോ, ഒരുപാട് വലിയ തോട്ടമാണ്. ആ വീട്ടുകാരുടെയാണെന്ന് തോന്നുന്നു. കണ്ടിട്ടൊരു കേരള തനിമ. താഴെ മറ്റെന്തെല്ലാമോ കൃഷികളുണ്ട്. ക്യാരറ്റാണോ ഒന്നും അറിയത്തില്ല. അതൊക്കെ അതിൻ്റെ മണ്ടാക്കൂടെ നായ്ക്കളെ നടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ കൊടൈക്കനാലിലാണ് ഇപ്പോൾ ഉള്ളത്. കൊടൈക്കനാൽ ബസ് സ്റ്റോപ്പിലാണുള്ളത്. അപ്പോൾ കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ നിന്നും കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ ലേക്കിലേക്ക്. അപ്പോൾ ലേക്കിൻ്റെ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാമെന്ന് വെച്ചു. അവിടെ ബോട്ടിങ് സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ബോട്ടിങ്ങിലൊന്നും പോകാറില്ല. സ്ഥലങ്ങൾ കാണുക, തിരിച്ചു പോവുക എന്നുള്ളതാണ്. ഇവിടുന്ന് പുറകോട്ട് നോക്കുമ്പോഴത്തേനും നമുക്ക് കൊടൈക്കനാലിൻ്റെ നല്ലൊരു വ്യൂ ഇവിടുന്ന് കിട്ടും. അപ്പോൾ നമ്മൾ നേരെ ലേക്കിലോട്ട് പോവുകയാണ്. ഇവിടെ കുറേ കാഴ്ചകളുണ്ട്. പക്ഷെ മഴയായതുകൊണ്ട് നമുക്കൊന്നിലും കവർ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. തൽക്കാലം അത്യാവശ്യ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പതിയെ നമുക്ക് മഴയില്ലാത്ത പ്രദേശത്തേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല തിരക്കാണ്, മഴയാണെങ്കിലും നല്ല തിരക്കാണ്. കേരള കർണാടക ഏരിയയിൽ നിന്നാണ് കൂടുതലും വണ്ടികൾ വരുന്നത്. അപ്പോൾ നമ്മൾ ലേക്ക് ഒന്ന് കാണാൻ പോവുകയാണ്. ഇതാണ് ലേക്കിലെ കാഴ്ചകൾ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വേസ്റ്റ് വെള്ളമാണ്. ഊട്ടിയിലാണേലും ഇവിടെയാണേലും ഫുള്ള് വേസ്റ്റ് വെള്ളം. അതായത് ഈ കടകളിലെ എല്ലാം വേസ്റ്റ് വെള്ളം നേരെ ചെല്ലുന്നത് ഈ ലേക്കിലോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതുണ്ട് ഈ വെള്ളത്തിൻ്റെ കളറ് കണ്ട. ഈ വെള്ളമാണ് ഓവർഫ്ലോ ആയിട്ട് താഴോട്ട് ഒഴുകി വരുന്നത്. നമ്മൾ കയറി വരുമ്പം കാണുന്ന ആ വെള്ളച്ചാട്ടമൊക്കെ ഈ വെള്ളം ഓവർഫ്ലോ ആണ്. തുഴയുന്ന വഞ്ചികളും പെഡൽ ബോട്ടുകളും ഒക്കെയാണ് ഇവിടെ ധാരാളമുള്ളത്. അതുപോലെ തന്നെ മെയിനായിട്ടും ഇവിടെ കുതിരസവാരിക്കാർ നമ്മൾ മൈസൂർ റൂട്ട് കാണുന്നതാണ്. കുതിരസവാരിയുടെ മേഖലയാണ് ഇവിടെ എല്ലാം.
അതുപോലെ തന്നെ സൈക്കിൾ സവാരി, സൈക്കിൾ റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. ഈ സൈക്കിളെടുത്ത് നമുക്ക് കറങ്ങിയിട്ട് വരാനുള്ളൊരു സൗകര്യമുണ്ട്. ലേക്കിൻ്റെ വേറൊരു സൈഡിലോട്ട് പോവുകയാണ്. ഇതിങ്ങനെ നമ്മൾ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെയുള്ള വാക്ക് വേ ഒക്കെ എല്ലായിടത്തും ഉണ്ട്. കായൽക്കരയിൽ നിന്ന് വന്ന നമുക്ക് ഈ ചെറിയ കായൽ ചെറിയൊരു സംഭവം മാത്രമാണ്. എന്നാലും മലയാളികളായിട്ടുള്ള ആളുകൾ ഇതിൻ്റെ അകത്തൊരു യാത്ര നടത്തുക എന്നുള്ളത് ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. മൂടിക്കിടക്കുന്ന ആകാശമാണ് കേട്ടോ. ഫ്രണ്ടിൽ കാണുന്നത് ഇവിടുത്തെ ഇത് റേഡിയോ ടവറാണ്. കാണുന്നതാണ് ഇവിടുത്തെ റേഡിയോ ടവർ. കൊടൈക്കനാലിലെ ഏറ്റവും ഉയർന്ന ടവറെന്ന് വിശേഷിപ്പിക്കുന്ന അതാണ് റേഡിയോ ടവറാണ്. 2 പേർക്ക് ചവിട്ടാവുന്ന സൈക്കിൾ, അതാണ് ഏറ്റവും കൂടുതലുള്ളത്. രാത്രിയിൽ വേറെ ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സൈഡിലും ഈ സൈഡിലും ഒക്കെ ഫൗണ്ടൻ, സെൻറ്ററിലൊക്കെ ഫൗണ്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട്. ഈ ചെടിവെള്ളത്തിൽ കിടന്ന് കയ്യോ കാലോ ആ പിള്ളേരൊക്കെ കൈയിടുന്നത്, എൻ്റെ ദൈവമേ, ഈ ഹോട്ടൽ വേസ്റ്റ് മുഴുവൻ ഇതിൻ്റെ അകത്തോട്ടാണല്ലോ വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സർവ്വജാതികളും ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെയും ബോട്ടിങ്ങിൻ്റെ സൗകര്യമുണ്ട്, ഇവിടെയും ബോട്ടിങ്ങിൻ്റെ സൗകര്യങ്ങളുണ്ട്. 4 പാടും ബോട്ടിങ്ങിൻ്റെ സൗകര്യമാണ് ഉള്ളത്. അപ്പോൾ ശരി, നമുക്ക് ഇവിടുന്ന് പതിയെ യാത്ര ചെയ്യാം. അടുത്ത സ്പോട്ട് ഗുണ കേവ് വിളിച്ച് പോകാം. അപ്പോൾ ശരി, നമ്മൾ ഈ ലേക്കിൻ്റെ സൈഡിൽ നിന്നും യാത്ര തിരിക്കുകയാണ്. മഴയായതുകൊണ്ട് അണ്ണൻ്റെ കടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആളും കുറവാണ്. അണ്ണൻ്റെ കട കണ്ടോ? ഇതാണ് അണ്ണൻ്റെ കട. അണ്ണൻ്റെ കടയുടെ സൈഡിൽ നമ്മൾ ഇരിക്കുവാണ്. ഇവിടെ സൈക്കിൾ നന്നാക്കി തരാമെന്ന് പറഞ്ഞ് ബായിയുണ്ട്. സൈക്കിളിനൊരു ചെറിയ പടപടപ്പ്, അതൊന്ന് റെഡിയാക്കണം. ഇവിടെ സൈക്കിൾ റെൻറ്റ് കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ, ഫുള്ള് സൈക്കിളാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ലേക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. ഇവരെല്ലാമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് സെറ്റായിട്ടിരിക്കുകയാണ്. ഇന്നിപ്പം ഗുണാക്കേവൊന്നും പോകാൻ പറ്റില്ല, കാരണം മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ഇന്ന് ഉച്ച കഴിഞ്ഞ് തള്ളിയാൽ അങ്ങ് വരെ ചെല്ലിയേല, പോയാലും തിരിച്ചു വരാൻ പറ്റില്ല. നമ്മുടെ സൈക്കിളൊക്കെ അവിടെ ഇരിപ്പുണ്ട്, കുഞ്ഞിനെയൊക്കെ അവിടെ ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിലാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. കൊടൈക്കനാലിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലേക്ക് വ്യൂവും ഗുണാക്കേവും ഒക്കെ കാണുന്നതിനായിട്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ്. പില്ലർ റോക്കൊക്കെ കാണണം. അപ്പോൾ കൊടൈക്കനാലിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു സൈഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങകലെ അടുത്ത മലയിലൊക്കെ കെട്ടിടങ്ങളൊക്കെ വളരെ മനോഹരമായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ യാത്ര രാവിലെ തുടങ്ങുകയാണ്. ഇതുണ്ട് യൂക്കാലിപ്റ്റസ് മരങ്ങളും മറ്റ് മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു കാനന ഭംഗിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തിരിക്കുന്നത്. ഈ വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ശരി, അപ്പോൾ രാവിലെ തന്നെ മഴക്കാറൊക്കെ ഉണ്ട്, എങ്കിലും
നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. ഇപ്പോൾ കുറേ ദിവസമായി നമ്മൾ മഴയിൽ പെട്ടിട്ട് നമ്മുടെ യാത്ര തുടരാൻ പറ്റാതെ പലയിടത്തും ഹാൾട്ടായി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഒരാഴ്ചയായി നമ്മൾ മഴയത്ത് പെട്ട് കിടക്കുകയായിരുന്നു. ഹെവി റെയിൻ ആയതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് യാത്ര ചെയ്യുമ്പോൾ തന്നെ കാറ്റടിച്ചിട്ട് സൈക്കിൾ പോകാത്ത രീതിയിലാണ്. കുഞ്ഞിതേ ആകെ ഒരു ബുദ്ധിമുട്ടിലാണ്. മറ്റൊന്നുമല്ല, മഴയും തണുപ്പത്തുനിന്ന് തണുപ്പിനൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഈ നായ്ക്കളുടെ ശല്യം കാരണം അവളെ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കണക്കിന് നായ്ക്കളാണ്. അതുകൊണ്ട് താഴോട്ട് ഇറങ്ങിയിട്ട് അവളെ ഒന്ന് ഇറക്കണം, നടത്തണം.